ഹായ് ഹലോ, ഇന്ന് നമ്മൾ അടിപൊളി സിമ്പിൾ പ്ലം കേക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനാദ്യം നമ്മൾ 200 ഗ്രാംസ് ഓഫ് ഷുഗർ, 200 ഗ്രാംസ് ഓഫ് മൈദ, 200 ഗ്രാംസ് ഓഫ് വൈറ്റ് ബട്ടർ, നട്ട്സ്, റേസൻസ് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിനുള്ളത്. പിന്നെ ജിഞ്ചർ കാൻഡി പൗഡർ അതും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ജാം, ബേക്കിംഗ് പൗഡർ, ഗീ, മിൽക്ക് മെയ്ഡ്, കാരമൽ ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവാണ്. ആ ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് എടുത്ത് വെക്കാം. ആദ്യമേ നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം. കുറച്ച് ഷുഗർ എടുത്ത് ഞാൻ കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സ്വല്പം വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ജാമും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിനകത്ത് ടൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. നമ്മളെടുത്ത് വെച്ച് റൈസൻസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നേരം തണുക്കാൻ വെക്കണം. നമുക്കിനി ബാറ്റർ ഉണ്ടാക്കാം. ആദ്യം ബട്ടർ എല്ലാം കൊണ്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് 4 മുട്ട ഞാൻ 1 by 1 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊടിക്കുക, പിന്നെ അത് മിക്സ് ചെയ്യുക, അങ്ങനെ. ഇനി 1 സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പുറകെ 1 ടീസ്പൂൺ നെയ്യ് അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്ത് 1 സ്പൂൺ കാരമൽ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗറും മൈദ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇതിനകത്ത് തന്നെ ഇട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് തണുപ്പിക്കാൻ വെച്ചിരുന്ന റേസിൻ മിക്സ് ഇതിനകത്ത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ആവണം.
അപ്പോൾ അതിനനുസരിച്ച് നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കണം. നമ്മൾ മാനുവലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, മെഷീനിലാണെങ്കിൽ അതിനനുസരിച്ച്. ഇനി നമ്മൾ ഇത് പകർത്തി നമുക്കൊരു കണ്ടെയ്നറിനകത്ത് എടുക്കാം. ഇതിനകത്ത് ഇത് ഒഴിച്ച് വെക്കാൻ ഞാനൊരു റൗണ്ട് ഷേപ്പ് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഞാൻ ബട്ടർ പേപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എടുത്ത് വെച്ച് അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ ബാറ്റർ കണ്ടൻറ്റ് ആഡ് ചെയ്യുന്നത്. ആ ബാറ്ററിൻ്റെ മേളിൽ ഞാൻ കുറച്ച് മാറ്റി വെച്ച ചെറിയും ടൂട്ടി ഫ്രൂട്ടിയും എല്ലാം ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നു. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും കാഷ്യൂനട്ടോ ആൽമണ്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നിങ്ങൾക്കത് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ഞാൻ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് അടിപൊളി പ്ലം കേക്ക്. ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടെന്നുള്ളത്. കണ്ടോ, ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഇൻറ്റീരിയർ ടെക്സ്ചർ. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നമുക്ക് കാണാം, നമ്മൾ ആഡ് ചെയ്ത റൈസൻസ് എല്ലാം. അപ്പോൾ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.